ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. മാർഗം എന്ന് പറഞ്ഞിടത്തിന് ഭാഗത്ത് 7 days to go പോസ്റ്റ് വന്നു. പിന്നെ ഇവിടുത്തെ സോൾ ഓഫ് മാർഗം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്ന് 5 മണിക്ക് വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ആരോമല എന്ന് പറഞ്ഞിടത്തെ രണ്ടെണ്ണക്ക ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ സൺ ഓഫ് സർദാർ എന്ന് പറഞ്ഞിടത്തിന്റെ രണ്ടാം ഭാഗം വരാൻ പോവാണ്. സൺ ഓഫ് സർദാർ 2 എന്ന് പറഞ്ഞ പേരിൽ എന്തായാലും അജയ് ദേവ്ഗനാണ് പടത്തിൽ മെയിൻ കഥാപാത്രം എത്തുന്നത്. 2 പോസ്റ്റേഴ്സ് ഉണ്ട്, 2 സ്ക്രീനിൽ കാണിക്കാം. പടം ജൂലൈ 25 2025 എന്നുവെച്ചാൽ ഈ വർഷം തന്നെ ജൂലൈ 25 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ അനുഗ്രഹം എന്ന് പറഞ്ഞിടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഹാപ്പി ഗിൽമോർ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം വരാൻ പോവാണ് ജൂലൈ 25 നെറ്റ്ഫ്ലിക്സിലൂടെ. പിന്നെ 3 BHK എന്ന് പറഞ്ഞിടത്തിന്റെ സെക്കൻഡ് സിംഗിൾ വരാൻ പോവാണ് ഇടി മഴ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. അത് 5 മണിക്കാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇവിടുത്തെ റിലീസ് ഓണത്തിനാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൺഫേം ആയിക്കൊണ്ടാണ് ഇപ്പോൾ ഓരോ പോസ്റ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. പോസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഓൾറെഡി വന്ന പോസ്റ്റാണ്, അത് തിയേറ്റേഴ്സിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓൺ റിലീസ് എന്നുള്ള കൊടുത്തിട്ടുണ്ട്. പിന്നെ മായക്കുത്ത് എന്ന് പറഞ്ഞതിന്റെ ഭാഗത്ത് നിന്ന് ഒരു പോസ്റ്റർ ഉണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ കേരള ക്രൈം ഫയൽസ് എന്ന് പറഞ്ഞ സീരീസിന്റെ സീസൺ 2 പുറത്തിറങ്ങുന്നു പറഞ്ഞു, അത് പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും കണ്ടവരാണെങ്കിൽ താഴെ അഭിപ്രായം പറയാം. ഞാൻ ഇതുവരെ സീസൺ 1 തന്നെ കണ്ടിട്ടില്ല. പിന്നെ ആങ്കോൻ കി ഗുസ്താഖിയ എന്ന് പറഞ്ഞിട്ടുള്ള പടം അവിടുത്തെ ടൈറ്റിൽ ട്രാക്ക് വരാൻ പോവാണ്, അത് എന്താണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഇന്നെപ്പോൾ വരും എന്നുള്ള അറിയത്തില്ല, ചിലപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. പിന്നെ അജിത് വിനായക പ്രൊഡക്ഷൻസ് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിന്റെ അടുത്ത പടം എന്ന് വെച്ചാൽ 12ാമത്തെ പടം തുടങ്ങിയിട്ടുണ്ട്. വിഷ്ണു അരവിന്ദ് പറഞ്ഞിട്ടുള്ള ആളാണ് പടം ഡയറക്ഷൻ ചെയ്യുന്നത്. ഷറഫുദ്ദീൻ, ജഗദീഷ്, ആസിസ് നെടുമങ്ങാട്, കല്യാണി പണിക്കർ ഇവരൊക്കെയാണ് മെയിൻ കഥാപാത്രങ്ങളായിരുന്നത്. പിന്നെ മീശ മാധവൻ എന്ന് പറഞ്ഞിട്ടുള്ള ദിലീപിന്റെ പടം റീ റിലീസിന് ഒരുങ്ങാണ്. അപ്പോൾ അടുത്ത വർഷമൊക്കെ ഉണ്ടാവുള്ളത് റീ റിലീസ് എന്നുള്ളതാണ് കേൾക്കുന്നത്. അതിന്റെ കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ കാർത്തിക് യോഗി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ രവിമോഹ അഭിനയിക്കുന്നുള്ള രീതിയിൽ മുന്നേ പറഞ്ഞു കിട്ടായിരുന്നു. എന്തായാലും വരുന്നുണ്ടെന്നുള്ളതിനാണ് കേൾക്കാൻ സാധിച്ചത്. എന്തായാലും ആ പടത്തിന്റെ പേര് ബ്രോക്കോഡ് എന്നുള്ള രീതിയിലായിരിക്കും എന്നുള്ള കേൾക്കുന്നുണ്ട്. അതേമാതിരി പടത്തിൽ എസ് ജെ സൂര്യ അഭിനയിക്കുന്നുണ്ടെന്നുള്ള കേട്ടിരുന്നു. എസ് ജെ സൂര്യ കഥാപാത്രം ഇപ്പോൾ നോർമലി വന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു കഥാപാത്രം ആയിരിക്കില്ല, ഒരു വെറൈറ്റി ആയിരിക്കും എന്നുള്ള ലെവലിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ വില്ലൻ ഷെയ്ഡിൽ മിക്കവാറും അപ്പം മാറുണ്ടായിരിക്കണം. എന്തായാലും ഗംഭീരമായി വരട്ടെ. പിന്നെ പരശക്തി എന്ന് പറഞ്ഞിട്ടുള്ള പടം സുധാകര ശിവാർത്തിനെ വെച്ചെടുക്കുന്നതുകൊണ്ടാണ്. അതിൽ അതർവണ്ട്, രവിമോഹൻ ഉണ്ട്, പിന്നെ ശ്രീലീലുണ്ട് മെയിൻ കഥാപാത്രങ്ങളായിട്ട്. എന്തായാലും ഈ പടത്തിന്റെ 60% ഷൂട്ട് കംപ്ലീറ്റ് ആയെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതർവ. അതേമാതിരി പടത്തിന്റെ ഔട്ട് ഗംഭീരമായി വന്നിട്ടുണ്ട് എന്നുള്ള ആൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശ്രീലീലിന്റെ പെർഫോമൻസ് ഇതിൽ വേറെ ലെവലായിരിക്കും എന്നുള്ള രീതിയിലും ആൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സൂറാരി പൊട്ടർ എന്ന് പറഞ്ഞ അടുത്തതിന് ശേഷം വരാൻ പോണ പടമാണ് സുധാകരന്റെ ഭാഗത്ത് നിന്ന്. എന്തായാലും ഗംഭീരമാവും തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ എച്ച് വിനോദ് രജനീകാന്തിനോട് 2 സ്റ്റോറി പറഞ്ഞിട്ടുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അതിലൊരു സ്റ്റോറി 2 പ്രാവശ്യം ആൾ കേട്ടെന്നുള്ള രീതിയിലും കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ മിക്കവാറും അത് സെറ്റ് ആയിട്ടുണ്ടായിരിക്കണം. എന്തായാലും വരുമ്പോൾ അറിയാം എന്താണ് നടക്കാൻ പോകുന്നത്, എന്ത് പടമാണ് വരാൻ പോകുന്നതൊക്കെ. പിന്നെ ശേഖർ കമ്മൽ അടുത്തായിട്ട് നാനിനെ വെച്ചിട്ടായിരിക്കും പടം എടുക്കുക എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നാനിനോട് കഥ പറഞ്ഞ് ആൾക്ക് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഓക്കെ ചെയ്തെന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും കൺഫർമേഷൻ ഒന്നും ആയിട്ടില്ല. എന്തായാലും ശേഖർ കമ്മലിന്റെ പടം ഇപ്പോൾ ഇന്നലെയാണ് പുറത്തിറങ്ങിയ കുബേര എന്ന് പറഞ്ഞിട്ടുള്ള പടം. ധനുഷ്, നാഗാർജുന, രശ്മികാന്തനൊക്കെ മെയിൻ കഥാപാത്രം എത്തിയ പടം. എന്തായാലും ഈ പടത്തിന് ഒരു മിക്സ്ഡ് റെസ്പോൺസ് ആണ് കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മിക്സ്ഡ് എന്ന് വെച്ചാൽ പോസിറ്റീവും നെഗറ്റീവ് എന്നുള്ളതല്ല. പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് മിക്ക ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് സെക്കൻഡ് ഹാഫ് ആണ് കൊണ്ടുപോയി കൊളാക്കി എന്നുള്ള ലെവലിലാണ് കൂടുതൽ ആൾക്കാരും പറഞ്ഞ് കേൾക്കുന്നത്. എന്തായാലും ഞാൻ പടം കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അഭിപ്രായം പറയുന്നില്ല. നിങ്ങൾക്ക് വേണ്ടവർക്ക് പോയി കാണാം, അത്രേ ഉള്ളൂ. പിന്നെ മിറേജ് എന്ന് പറഞ്ഞിട്ടുള്ള അസ്വലി ജിത്തു ജോസഫ് പടം അവിടത്തിന്റെ ഫസ്റ്റ് ലുക്ക് ഇന്നലെ 6 മണിക്ക് വരും എന്ന് പറഞ്ഞാലും പക്ഷെ വന്നിട്ടുണ്ടായില്ല. അപ്പോൾ എന്തായാലും മാറ്റിച്ചിട്ട് ഇന്ന് 6 മണിക്കാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് 6 മണിക്ക് അതിന്റെ ഫസ്റ്റ് ലുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ സൂര്യ 45 എന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്ത് ടൈറ്റിൽ ടീസർ വരും എന്ന് പറഞ്ഞാലും പക്ഷേ ടൈറ്റിൽ ടീസർ ഒന്നും കിട്ടിയിട്ടില്ല, പകരം ഒരു പോസ്റ്റർ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും പടത്തിന്റെ പേര് കറുപ്പ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു റെഡിഷ് പോസ്റ്റർ ആയിട്ടാണ് പുറത്തിറക്കിയിട്ടുള്ളത്. എന്തായാലും സൂര്യ ഒരു വലിയ വാള് എന്നുവെച്ചാൽ മെർസൽ എന്ന് പറഞ്ഞിടത്തിൽ വെട്ടിമാരം പിടിച്ചിരുന്നതുമായിട്ട് ഒരു വാള് പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ അനൗൺസ്മെന്റ് പോസ്റ്ററിലും കണ്ടിരുന്നു ഇതേമാതിരി കുറെ വാളുകൾ ഇങ്ങനെ കുത്തിവെച്ചിട്ടുള്ളൂ, കുതിര ഓടുന്നൊക്കെ അതൊക്കെ ഈ പോസ്റ്ററിലും ഉണ്ട്. എന്തായാലും പോസ്റ്റർ നല്ല ക്വാളിറ്റി പോസ്റ്റർ ആയിട്ട് തന്നെയാണ് തോന്നിയത്. ടൈറ്റിൽ ടീസർ ഇപ്പോൾ അടുത്ത് തന്നെ ഉണ്ടായിരിക്കാം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും റെഡി ആയിട്ടുള്ള സംഭവം തന്നെയാണ്. പിന്നെ തലവതി വിജയുടെ 51ാമത്തെ ബർത്ത്ഡേയാണ് നാളെ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട്, ഒരു CDP പോലത്തെ. എന്തായാലും ഞാൻ സ്ക്രീനിൽ എടുക്കാതെ. പിന്നെ ജനനായകൻ എന്ന് പറഞ്ഞതിന്റെ അപ്ഡേറ്റ് ഇന്നലെ വരും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടായിരുന്നു. എന്തായാലും വന്നിട്ടുണ്ട്. ദ ഫസ്റ്റ് റോർ 22/6/25 12 AM എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്നുവെച്ചാൽ ഫസ്റ്റ് റോർ എന്ന് പറയുമ്പോൾ കാർ ഗ്ലിംസ് ആവാൻ തന്നെയാണ് ചാൻസ്, പാട്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ ഫസ്റ്റ് ലുക്ക് ആവാനും ചാൻസ് ഇല്ല. ഓൾറെഡി ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കൊക്കെ വന്നതാണ്. അത് മാത്രമല്ല റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് വേറെ പോസ്റ്റേഴ്സും വന്നതാണ്. എന്തായാലും അപ്പോൾ ഗ്ലിംസ് തന്നെ പ്രതീക്ഷിക്കാം. ആ ഗ്ലിംസ് തലവതി വിജയുടെ ബർത്ത്ഡേ എന്ന് വെച്ചാൽ നാളെ കിടന്നുറങ്ങണ അല്ലെങ്കിൽ ഇന്ന് രാത്രി കിടന്നുറങ്ങണ ടൈമിൽ 12 AM പുറത്തിറക്കി വിടുന്നതായിരിക്കും. എന്തായാലും ഇതിൽ തലവതി വിജയുടെ ലുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല, അങ്ങനത്തെ രീതിയിലാണ് പോസ്റ്റർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. പടം മുന്നേ പറഞ്ഞ ജനുവരി 9 തന്നെയാണ് റിലീസ് ഡേറ്റ് ആയി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിനുമായിട്ട് വെയിറ്റ് ചെയ്യാം. ഞാൻ വെയിറ്റിംഗിലാണ്, നിങ്ങൾ വെയിറ്റിംഗിലാണെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡബിൾ ലൈക്കും ലുക്ക് അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ.